الله فلا مضل له ومن يضلل فلا هادي له. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. إن أريد إلا الإسلام ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. വിശുദ്ധ റമളാനിൽ അനുഗ്രഹീതമായ രാവുകളുണ്ട്. അനുഗ്രഹിക്കപ്പെടുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ ഗണത്തിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ. യുടെ ക്ഷണപ്രകാരം സഹപ്രവർത്തകന്മാരുടെ സജീവമായ താല്പര്യത്തിൻ്റെ പിൻബലത്തോടുകൂടിയാണ് ഈ സംരംഭത്തിൽ തുടർന്നുള്ള സംരംഭങ്ങളിലും നിങ്ങളോടൊപ്പം പങ്കുചേരുന്നതിന് വേണ്ടി എനിക്കിവിടെ എത്തിപ്പെടുവാൻ സാധിച്ചു. പലതുകൊണ്ടും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ മുസ്ലിം സഹോദരന്മാരോടൊപ്പം അല്പം അകലെ വച്ച് കൂടിച്ചേരുവാൻ നമ്മുടെ നാട്ടുകാരായ മുസ്ലിം സഹോദരന്മാർക്കും പ്രത്യേകമായ ഒരു താല്പര്യം കണ്ടുവരുന്നു എന്നതും ഈ അനുഗ്രഹീതമായ മാസത്തിൽ നിന്നും വിശ്വാസത്തിൻ്റെയും ആദർശത്തിൻ്റെയും വീര്യം ഉൾക്കൊള്ളുവാൻ ശ്രമിക്കുന്നു എന്നതും തീർച്ചയായും അഭിനന്ദനീയമായ സ്വാഗതാർഹമായ കാര്യം. സാധാരണഗതിയിൽ റമളാൻ മാസപ്പിറവി അന്വേഷിക്കുന്നതിലും ഉപരിയായി ശവ്വാൽ മാസപ്പിറവിയെ സ്വീകരിക്കുന്നതിനു വേണ്ടി, അതിനെ സ്വാഗതം ചെയ്യുന്നതിനു വേണ്ടി താല്പര്യം കാണിക്കുന്ന ഒരു മനസ്സ് നിലനിൽക്കുന്നുണ്ട്. അതിന് പ്രത്യേകമായി ചില കാരണങ്ങളും നമുക്ക് കാണാം. ഒരു മാസക്കാലത്തെ എന്തുകൊണ്ടും ത്യാഗപൂർണമായ ജീവിതാനുഭവങ്ങളിൽ നിന്നും മാറി സുഭിക്ഷതയുടെയും അല്പമാനന്ദത്തിന്റെയും ആഹ്ലാദത്തിന്റെയും പുതിയ ഒരു ദിനത്തെ സ്വീകരിക്കുവാനുള്ള അവസരം എന്ന നിലയ്ക്ക് പലപ്പോഴും ശവ്വാൽ മാസപ്പിറവിയെ തേടിയും പ്രതീക്ഷിച്ചും ആളുകൾ സാധുതം കാത്തിരിക്കുന്നതായി നാം കാണാറുണ്ട്. അത്രയും കൂടിയ ഒരാവേശം, പ്രതീക്ഷയോടുകൂടിയുള്ള കാത്തിരിപ്പും പലപ്പോഴും റമളാൻ മാസപ്പിറവിക്ക് ഉണ്ടാകാറില്ല. ഇത് പകലന്തിയോളം വിശപ്പും ദാഹവും സഹിക്കുവാനുള്ള ഒരവസരം എന്നതിലുപരി വിശുദ്ധ റമളാൻ മാസത്തിന്റെ പ്രത്യേകതയെയും
പ്രാധാന്യങ്ങളെയും യഥാവിധി ഉൾക്കൊള്ളുവാൻ സാധിക്കാത്തതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു മനസ്സ് നമ്മുടെ സമൂഹത്തിന് നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മുസ്ലിങ്ങൾ എന്ന നിലക്ക് നാം അനുഗ്രഹീതരാണ്. എങ്ങനെയാണ് നാം അനുഗ്രഹീതരാകുന്നത്? സർവശക്തനായ അല്ലാഹു വിശുദ്ധ ഖുർആനിൽ അവൻ മനുഷ്യലോകത്തിനു വേണ്ടി സമർപ്പിച്ചിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. കഴിഞ്ഞുപോയ തലമുറകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യ സമൂഹത്തിന് അല്ലാഹു നൽകിക്കൊണ്ടിരിക്കുന്ന മഹത്തായ അനുഗ്രഹങ്ങളെ കുറിച്ച് വിശദമായും പ്രതിപാദിക്കുന്ന സർവശക്തനായ നാഥൻ മനുഷ്യ സമൂഹത്തിന്, പ്രത്യേകിച്ച് വിശ്വാസികളുടെ സമൂഹത്തിന് നൽകിയിട്ടുള്ള മഹത്തായ ഒരു ഔദാര്യത്തെ കുറിച്ച് പറയുന്നു. അത് ഇസ്ലാമിക ആദർശം കൊണ്ട്, അതിന്റെ മാർഗദർശനം ലഭിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള സൗഭാഗ്യം ലഭിച്ചു എന്നതാണ് ആ മഹത്തായ അനുഗ്രഹമെന്ന് ഖുർആൻ എടുത്തു പറയുന്നതായി നമുക്ക് കാണാം. യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഭൗതിക മാത്രമായ പദാർത്ഥ പ്രധാനമായ ഈ ഭൂമിയിലെ ജീവിതം നശ്വരമാണെന്നും അല്പമാത്രമാണെന്നും മനസ്സിലാക്കുന്നവരാണ് നമ്മളെല്ലാം. ഒരു കവിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇന്നമദ്ദുന്യാ ഫനാഉൻ ലൈസ ലിദ്ദുന്യാ സുഖൂഖു ഇന്നമദ്ദുന്യാ കബൈത്തിൻ നസജതുൽ അൻകബൂത്. ഈ ഐഹിക ജീവിതം എന്ന് പറഞ്ഞാൽ അത് നശിച്ചു പോകും, നശ്വരം. ലൈസ ലിദ്ദുന്യാ സുഖൂഖ്, ഈ ജീവിതത്തിന് ശാശ്വതമായ സ്ഥിരമായ അവസ്ഥയില്ല. എട്ടുകാലികൾ മെനഞ്ഞുണ്ടാക്കിയിരിക്കുന്ന, അവ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് മെനഞ്ഞുണ്ടാക്കിയിരിക്കുന്ന വലകൾ പോലെ അത്രയും നിസ്സാരമാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. എവിടെ വെച്ച് വിളിക്കപ്പെടുമെന്നും എപ്പോൾ ഉത്തരം നൽകപ്പെടേണ്ടതുണ്ടെന്നും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അജ്ഞാതമാണ്. നമ്മെ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളവും അജ്ഞാതമായ ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ശാശ്വതമല്ലാത്ത ഒരു ജീവിതം എന്ന നിലയിൽ ഈ ജീവിതത്തോട് കൂടിയ പ്രതിബദ്ധത വെച്ച് പുലർത്തുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം അഭികാമ്യമായ ഒരു കാര്യമാണ്. ഈ നശ്വരമായ ജീവിതത്തിൽ ഭൗതിക മാത്രമായ വിഭവങ്ങൾ മുമ്പിൽ കണ്ടുകൊണ്ട് ഇതാണ് ജീവിതമെന്നും ഇതിനപ്പുറം ജീവിതമില്ലെന്നും വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം സ്ഥിരമായ സ്ഥായിയായ നഷ്ടമാണ് അവരനുഭവിക്കാനിരിക്കുന്നത് എന്നത് നമുക്കറിയാവുന്ന, അല്ലെങ്കിൽ നാം വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ മുമ്പിൽ പ്രതീക്ഷയോടുകൂടി നാം കാത്തിരിക്കുന്നു വിശാലവും അനുഗ്രഹീതവുമായ ശാശ്വതമായ ഒരു ലോകത്തെ കുറിച്ചാണ് നാം അചഞ്ചലമായി മനുഷ്യന്റെ മുമ്പിൽ അവന്റെ സാമാന്യമായ വികാരങ്ങളെയും ഇച്ഛയെയും ചൂഷണം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യൻ അവന്റെ മുമ്പിലെ ഒരുപാട് വിഭവങ്ങളെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഇതാ ഈ ഭൂമിയിൽ നിങ്ങളിപ്പോൾ അണിഞ്ഞിരിക്കുന്ന മുഴുവൻ ചങ്ങലകളും പൊട്ടിച്ചെറിയുക, ആ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് പുതിയൊരു വിപ്ലവത്തിന് വേണ്ടിയും മാറ്റത്തിന് വേണ്ടിയും നിങ്ങൾ പണിയെടുക്കുന്നുവെങ്കിൽ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് നേടുവാനുള്ളത് സമത്വസുന്ദരമായ ശാശ്വതമായ സ്വർഗമാണ് എന്നും മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരുപാട് പ്രസ്ഥാനങ്ങളെയും വ്യക്തിത്വങ്ങളെയും നമുക്ക് നമ്മളുടെ സമൂഹത്തിൽ കാണുവാൻ കഴിയും. എന്നാൽ മനുഷ്യന്റെ മുന്നിൽ ഈ നശ്വരമായ ജീവിതത്തെക്കുറിച്ച് വലിയ പ്രതീക്ഷകൾ നൽകുവാനും ഏറിയ പ്രത്യാശകളോടുകൂടി അവരെ ഇവിടെ മരവിപ്പിക്കുവാനും ഇസ്ലാം
നിൽക്കുന്നില്ല. അതിനപ്പുറം ഇന്നല്ലെങ്കിൽ നാളെ വിധിക്കപ്പെട്ടിരിക്കുന്ന ജീവിതാനുഭവങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ശാശ്വതമായ ഒരു ജീവിതത്തിലേക്ക് പ്രയാണം ചെയ്യുവാൻ നിശ്ചയമായും തന്റേതം കാണിക്കേണ്ടവരാണ് മനുഷ്യനെന്നും യഥാർത്ഥ ജീവിതം അതാണെന്നും വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സത്യനിഷേധിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാഴ്ചപ്പാടിലെ ജീവിതം ഇവിടെ നിസ്സാരമായ ഈ ജീവിതമാണ് അവർക്ക് ശാശ്വതമായി അനുഭവം. ഞങ്ങൾ മരിച്ചു പോകുന്നുവെങ്കിൽ ആ മരണത്തോടുകൂടി ഞങ്ങൾ ശാശ്വതമായ നിദ്ര പ്രാപിക്കുകയാണ്. ഞങ്ങളെല്ലാം അതോടുകൂടി മന്ദരികളായിരുന്നു, ഞങ്ങൾ അതിൽ വിലയം പ്രാപിക്കും. ഓ മുഹമ്മദ്, താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ മടക്കമുണ്ടല്ലോ, അഥവാ പരലോകം എന്ന് പറയുന്ന പുതിയൊരു ജീവിതത്തിലേക്കുള്ള ആ മടക്കം, അത് അതിവിദൂരമായ ഒരു സംഗതിയാണ്, നടക്കാൻ പോകുന്ന കാര്യമല്ല. അതൊന്നും വിശ്വസിക്കുവാൻ മാത്രം അഹമന്മാരായ ഒരു ജനവിഭാഗമല്ല ഞങ്ങളെന്നും യഥാർത്ഥത്തിൽ ഈ ഭൗതികവാദികളും പ്രധാനങ്ങളും പണ്ട് കാലത്ത് മുതൽ ഇക്കാലം വരെയും അറിവ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇന്ന് അക്ഷരാർത്ഥത്തിൽ ഭൗതികവാദം പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒരു നൂറ്റാണ്ട് മുമ്പ് ലോകത്തുയർന്നു നിന്നുകൊണ്ട് മനുഷ്യൻ വിളിച്ചിട്ടുള്ള മുദ്രാവാക്യം ആത്മീയവാദം പ്രതിസന്ധിയിൽ എന്നായി. എന്നാൽ തന്റെ ഇടത്തോടുകൂടിയും മനസാക്ഷിക്കുത്തില്ലാതെ ഈ ഒരു മുദ്രാവാക്യം ജീവിക്കുന്ന ഇക്കാലഘട്ടത്തിൽ ഉയർത്തുവാനും ഉറക്ക വിളിക്കുവാനുമുള്ള വഞ്ചികളവും ശക്തിയും ബുദ്ധിപരമായ ആർജവും ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു ഭൗതികവാദിക്കും നമുക്ക് കാണാൻ സാധ്യമല്ല. കാരണം ഇന്ന് എല്ലാ അർത്ഥത്തിലും ഭൗതികവാദം പ്രതിസന്ധിയിലാണ് എന്നതാണ് ഇതിന് കാരണം. അനന്ത വിശാലതയിൽ പരമാണുക്കളുടെ ഒരു ലോകത്തിൽ ചില അടിസ്ഥാന മൂലകങ്ങളിൽ നിന്നുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിന്റെ സംവിധാനമുണ്ടായത്. ഭൗതികവാദിയുടെ കാഴ്ചപ്പാടിലൂടെ മനുഷ്യൻ പഠിക്കുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ നിർജീവവും അതുകൊണ്ട് തന്നെ നിശ്ചലവുമായ ചില അടിസ്ഥാന ഘടകങ്ങൾ എവിടെ നിന്നും ഏതൊരു കാരണവശാൽ ഏതൊരു യുക്തിയുടെയും ആസൂത്രണത്തിന്റെയും ഫലമായി ചലിച്ചുവെന്നും സമന്വയിച്ചുവെന്നും പ്രവിശാലവും വ്യവസ്ഥാപിതവും ചലനാത്മകവുമായി പ്രപഞ്ചിക സംവിധാനം സുസാധ്യമായി എന്നും വിവരിക്കുന്നിടത്ത് ഇന്ന് ഭൗതികവാദി അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നു എന്നതാണ് വസ്തുത. എന്ന് മാത്രമല്ല, ലോകത്തിന്റെ നാനാഭാഗത്ത് നാം കണ്ടുകൊണ്ടിരിക്കുന്നു ധാർമ്മിക ബോധത്തിൽ അധിഷ്ഠിതമായ അഥവാ വർഗബോധത്തിലും വർഗസ്നേഹത്തിലും അധിഷ്ഠിതമായ ഒരു ധാർമ്മിക പ്രചോദനത്തിലൂടെ വർഗവിപ്ലവവും വർഗരഹിത സമൂഹവും സുസാധ്യമാക്കി തീർക്കുന്നത് അസാധ്യമായി തീർന്നപ്പോൾ ആധുനിക കാലഘട്ടത്തിലെ ഭൗതികവാദികളും ഭൗതിക പ്രസ്ഥാനങ്ങളും ആത്മീയതയിൽ അധിഷ്ഠിതമായ ധാർമ്മിക പ്രചോദനത്തെ ഉപയോഗപ്പെടുത്തുന്ന വിധി നിർണായകമായ ഒരു കാലഘട്ടത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ തന്റെ സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിൽ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കിയിരിക്കും. ഈ പ്രത്യേക ഘട്ടത്തിൽ നാം ആത്മാർത്ഥമായി മാറിയുക. തീർച്ചയായും അല്ലാഹു മനുഷ്യ സമൂഹത്തിന് നൽകിയിട്ടുള്ള മഹത്തായ അനുഗ്രഹങ്ങളിൽ ഏറ്റവും മഹത്തായ അനുഗ്രഹമാണ് നമുക്ക് ഇസ്ലാം കൊണ്ട് മാർഗദർശനം നൽകപ്പെട്ടു എന്നും തീർത്തും അന്ധകാരത്തിലൂടെ മാത്രം മുന്നോട്ട് പോകുവാൻ വിധിക്കപ്പെടുമായിരുന്നതാണ്. നാം വിശ്വസിച്ചു പോരുകയും പാരമ്പര്യമായി സൂക്ഷിച്ചു വരികയും ചെയ്യുന്നു അന്ധമായ ധാരണകളും വിശ്വാസങ്ങളും ആചാര സമ്പ്രദായങ്ങളും ജീവിതത്തിൽ പുലർത്തിക്കൊണ്ട് മാത്രം മുന്നോട്ട് പോകുവാൻ വിധിക്കപ്പെടുമായിരുന്ന നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ ദർശനത്തിന്റെ ആദർശവാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഉത്കൃഷ്ടമായ ഒരു ജീവിതം വിഭാവന ചെയ്യപ്പെട്ടു എന്നതും അതിന്റെ യഥാർത്ഥ അനുഭവസ്ഥന്മാരായി നാം പരിണമിച്ചു എന്നതും സർവശക്തനായ അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള മഹത്തായ അനുഗ്രഹങ്ങളിൽപ്പെട്ട അനുഗ്രഹമാണെന്ന് നാം മനസ്സിലാക്കി. അഥവാ അവന്റെ അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹമാണെന്ന് നാം മനസ്സിലാക്കിയിരിക്കും. ഇതിനെത്രമാത്രം നാം അല്ലാഹുവിനോട് കടപ്പെട്ടവരായിരിക്കണം, ഇതിനെത്രമാത്രം നാം അല്ലാഹുവിനോട് നന്ദിയുള്ളവരായിരിക്കണം എന്ന് നാം ഓരോരുത്തരും അറിയണം. ബനൂ ഇസ്രായേൽ സന്തതികളെ സംബന്ധിച്ചിടത്തോളം അവരെ വിളിച്ചുകൊണ്ട് ഖുർആൻ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ അവരുടെ ചരിത്രപരമായ വൈകല്യങ്ങളെയും വ്യതിയാനങ്ങളെയും സത്യവിശ്വാസികളും വിശുദ്ധ ഖുർആന്റെ അനുയായികളും
ജീവിതത്തിലുടനീളം ആ അനുഗ്രഹങ്ങളെ സ്മരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ബനൂ ഇസ്രായേൽ ജനവിഭാഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സത്യവിശ്വാസികൾക്ക് ഒരു പാഠമായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നു. എന്ന് മാത്രമല്ല, അവർ ചെയ്തിരിക്കുന്ന ചില ദുശ്ചര്യകളെയും വികൃതമായ ചില നടപടികളെയും വരുന്ന തലമുറക്കും വിശുദ്ധ ഖുർആനിന്റെ അനുയായികൾക്കും ഒരു പാഠമായി വിശുദ്ധ ഖുർആൻ സമർപ്പിക്കുന്നതായി നമുക്ക് കാണാൻ. ഈ വിശുദ്ധ മാസം എന്തുകൊണ്ട് അനുഗ്രഹീതമായി തീരുന്നു എന്ന് പറയുന്നു. ഒന്നാമതായും നമുക്ക് കാണുവാൻ കഴിയുന്നത് ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസ്. മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാർഗദർശനമായി അവതരിപ്പിക്കപ്പെട്ട ഒരു വിശുദ്ധ ഗ്രന്ഥമാണ്. മനുഷ്യ സമൂഹത്തിൽ അവരുടെ മുഴുവൻ ഇരുട്ടുകളിൽ നിന്നും അവരുടെ മുഴുവൻ പഴികേടുകളിൽ നിന്നും അവരെ യഥാർത്ഥ പന്താവിലേക്കും വെളിച്ചത്തിലേക്കും നയിക്കുന്ന വിശുദ്ധമായ ഒരു മാർഗരേഖായ അടിസ്ഥാനത്തിൽ നാം മനുഷ്യ സമൂഹത്തിനും സമഗ്രമായും സമ്പൂർണമായും അവതരിപ്പിച്ചിട്ടുള്ള ഒരു മഹത്തായ ജീവിത രേഖ എന്ന നിലയിൽ അത് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള വിശുദ്ധ മാസമാണ് യഥാർത്ഥത്തിൽ റമദാൻ. വിശുദ്ധ റമദാൻ അനുഗ്രഹീതമായി തീരുന്നതും അതുകൊണ്ട് മറ്റൊരുപാട് സമൂഹങ്ങളും സമുദായങ്ങളും നമ്മളുടെ മുന്നിൽ. ആ സമൂഹങ്ങളിലും സമുദായങ്ങളിലുമെല്ലാം പുണ്യദിനങ്ങളും പുണ്യ ആചാരങ്ങളും അനുഷ്ഠാന രീതികളും നമുക്ക് കണ്ടെത്തു വരുന്നു. പക്ഷേ പലപ്പോഴും ആ സമുദായങ്ങളിലെല്ലാം നിലനിൽക്കുന്ന പുണ്യകർമ്മങ്ങളും മഹത്തായ അനുഷ്ഠാന കർമ്മങ്ങളും വലിയ വലിയ ആഘോഷങ്ങളുമെല്ലാം യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു പുണ്യപുരുഷനുമായോ വ്യക്തിയുമായോ വ്യക്തിത്വങ്ങളുമായോ ബന്ധപ്പെട്ട് കിടക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും. അത് പലപ്പോഴും വൈകൃതങ്ങൾ സ്വന്തം ആചാര സമ്പ്രദായങ്ങളാക്കി മാറ്റിയിട്ടുള്ള ജൂത സമൂഹങ്ങളിൽ, ക്രിസ്തീയ സമൂഹങ്ങളിൽ, നമ്മളുടേതുപോലുള്ള രാജ്യങ്ങളിൽ, ഹൈന്ദവ സമൂഹങ്ങളിലുമെല്ലാം നിലനിൽക്കുന്നതായി ഇത്തരം സമ്പ്രദായങ്ങൾ നിലനിൽക്കുന്നതായി നമുക്ക് കാണാൻ. എന്നാൽ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിക പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ രൂപമോ ഈ തരത്തിലുള്ള ഒരു ശൈലിയോ അത് സ്വീകരിക്കുന്നില്ല എന്നത് സുവ്യക്തമായ ഒരു കാര്യമാണ്. നാം വിശുദ്ധ റമദാനിൽ ഒരു അനുഷ്ഠാനത്തിന്റെയും ഉത്കൃഷ്ട കർമ്മങ്ങളുടെയും പുണ്യമാസമായി ആചരിക്കുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിത്വത്തിന്റെ ബിംബനത്തോടു കൂടിയല്ല എന്ന് നമുക്കറിയാം. ഏറ്റവും കൂടി പറഞ്ഞാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തിന്റെ പ്രശോഭിതാവസ്ഥ കൊണ്ടോ അതിന്റെ മഹത്തായ അനുഗ്രഹപൂർണമായ വ്യക്തിത്വത്തെ മുമ്പിൽ കണ്ടുകൊണ്ടുമല്ല യഥാർത്ഥത്തിൽ നാം റമദാനിനെ പുണ്യമാസമായി കാണുന്നു. അതല്ല എന്ന് ഖണ്ഡിതമായി പറയുന്ന കാര്യമാണ് ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. എന്തുകൊണ്ടാണ് റമദാനായി നാം അനുഷ്ഠിക്കുന്നത്, അതിന് പുണ്യം കൽപ്പിക്കുകയും ചെയ്യുന്നത്? മനുഷ്യ സമൂഹത്തിന് ഏതൊരു മനുഷ്യനും മനുഷ്യത്വത്തിന്റെ പാതയിൽ ഉത്കൃഷ്ടമായ ജീവിത മാർഗങ്ങൾ കാണിച്ചു കൊടുക്കുന്ന വളരെ വ്യക്തമായ ഒരു ദർശനം എന്ന നിലയിൽ മനുഷ്യ സമൂഹത്തിന് മുമ്പിൽ അത് അവതരിപ്പിച്ചു കൊടുത്തിട്ടുള്ള വിശുദ്ധ ഖുർആനിലെ അവതരണ ഘട്ടം, അവതരണ കാലം എന്ന നിലക്കാണ്, അല്ലെങ്കിൽ അതിന്റെ പ്രാരംഭഘട്ടം എന്ന നിലക്കാണ് റമദാനിനെ നാം ആദരണീയമായി കണ്ടുകൊണ്ടിരിക്കുക. ഈ നാം വളരെ വ്യക്തമായും ഓർമ്മിച്ചിരിക്കുന്ന ഒരു കാര്യം, വിശുദ്ധ ഖുർആനിനെ കുറിച്ച് ഖുർആൻ തന്നെ പരാമർശിക്കുന്ന ചില കാര്യങ്ങൾ അത് ഹുദയാണെന്നും നൂറാണെന്നും റൂഹാണെന്നും ഒക്കെ പല സ്ഥലങ്ങളിലായി വിശുദ്ധ ഖുർആനിനെ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യൻ ചെന്നു ചാടുവാൻ സാധ്യതയും മാനസികവും ശാരീരികവും സാമൂഹികവും മറ്റ് ജീവിത മേഖലകളും തലങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സകലമായ വഴികേടുകളിൽ നിന്നും വലാലത്തുകളിൽ നിന്നും മനുഷ്യന് വ്യക്തമായ മാർഗദർശനം നൽകുന്ന ഗ്രന്ഥം, മനുഷ്യന്റെ വഴികാട്ടിയായ ഗ്രന്ഥം എന്ന നിലക്കാണ് ഹുദ എന്ന് വിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുന്നു. അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന അസ്സലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. ആ ഗ്രന്ഥം അഥവാ വിശുദ്ധ ഖുർആൻ, ആ ഗ്രന്ഥത്തിന്റെ കാര്യത്തിൽ അതാരെങ്കിലും മെനഞ്ഞുണ്ടാക്കിയ ഒരു ഗ്രന്ഥമാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റ് സമൂഹങ്ങളുമായുള്ള കൂട്ടായ ജീവിതത്തിലൂടെ ഉരുത്തിരിച്ചെടുത്തിട്ടുള്ള ഏതാനും ഏടുകളും വാചകങ്ങളും വരികളുമാണെന്ന് സംശയിക്കുവാനുള്ള യാതൊരു അവകാശവുമില്ല. ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസത്തിന്റെ ലാഞ്ചന മനസ്സിൽ സൂക്ഷിക്കുന്ന മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർ
അവരുടെ ജീവിത രംഗങ്ങളിലെല്ലാം അവർക്ക് ആവശ്യമായ മാർഗദർശനം നൽകുന്നു. വിശുദ്ധമായ ഒരു മാർഗരേഖ എന്ന നിലയിൽ അനുഗ്രഹീതമാക്കപ്പെട്ട ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. മനുഷ്യൻ അവന്റെ മനസ്സുകളിൽ കട്ടപിടിച്ചു കിടക്കുന്ന സകലമായ ഇരുട്ടുകളിൽ നിന്നും അവന്റെ മനസ്സിനെ മോചിപ്പിച്ചെടുത്തുകൊണ്ട് പ്രകാശത്തിൻ്റെതായ സുന്ദരമായ തെളിമ അവന്റെ മനസ്സിന് പ്രധാനം ചെയ്യുന്ന ഉദയാണ് വിശുദ്ധ ഖുർആൻ എന്ന് ഖുർആൻ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ മനുഷ്യൻ അവന്റെ സകലമായ ജീവിത മണ്ഡലങ്ങളിലും മേഖലകളിലും അഭിമുഖീകരിച്ചേക്കാൻ സാധ്യതയില്ല എല്ലാ വിധത്തിലുള്ള ദുർനടപ്പുകളിൽ നിന്നും എല്ലാ വിധത്തിലുള്ള വഴികേടുകളിൽ നിന്നും അവന്റെ വ്യക്തിപരമായ മേഖലകളിലും കുടുംബപരമായ ജീവിതാന്തരീക്ഷത്തിലും സാമൂഹികമായ ജീവിത മേഖലകളിലും രാഷ്ട്രീയമായ രംഗങ്ങളിലും സാമ്പത്തികമായ ഇടപെടലുകളിലുമെല്ലാം അവൻ അഭിമുഖീകരിക്കുവാൻ സാധ്യതയില്ല സകലമായ അന്ധകാരാവസ്ഥയിൽ നിന്നും മനുഷ്യ സമൂഹത്തെ മോചിപ്പിക്കുന്ന വ്യക്തമായ നൂറാണ് പ്രകാശമാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഖുർആൻ തന്നെ പഠിപ്പിക്കും. അതുപോലെ തന്നെ റൂഹും മിൻ അംരിനാ നമ്മളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ആത്മാവാണ്, ഒരു ചൈതന്യമാണ് വിശുദ്ധ ഖുർആൻ എന്നും ഖുർആൻ തന്നെ നമ്മളെ ഖുർആനിനെ പരിചയപ്പെടുത്തി കഴിഞ്ഞു. വിശുദ്ധ ഖുർആൻ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രചോദനമേകുന്നു, അവർക്ക് ശക്തിയും വീര്യവും പകരുന്ന നമ്മളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ചൈതന്യമാണ്, ഒരാത്മാവാണ് എന്ന് ഖുർആനിനെ പരിചയപ്പെടും. നാം ആത്മാർത്ഥമായി അന്വേഷിക്കും. വിശുദ്ധ ഖുർആൻ വർഷങ്ങളോളമായി പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന, നൂറ്റാണ്ടുകളായി പാരായണം ചെയ്തു വന്ന തലമുറകൾ നമുക്ക് കഴിഞ്ഞു. നമ്മിൽ ഓരോരുത്തരും വർഷങ്ങളായി പലപ്പോഴും നമ്മെ ചുരുങ്ങിയത് കുഞ്ഞിന് വേണ്ടിയെങ്കിലും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യും. ഈ പാരായണം ചെയ്തു വരുന്ന സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർ പാരായണം ചെയ്യുന്ന ആ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും അവരെ ചലിപ്പിക്കുകയും അവരെ കൂടുതൽ ഉത്സുകരാക്കുകയും അവരെ കർമ്മരംഗത്തേക്ക് എടുത്ത് തള്ളുകയും ചെയ്യുന്നു. ഒരാത്മാവായി വർദ്ധിക്കുവാൻ ഖുർആനിന് സാധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ആ ഖുർആനിനെ ഒരാത്മാവായി സ്വീകരിക്കുവാൻ ആ വിശുദ്ധ ഖുർആനിനോടുള്ള നമ്മളുടെ സമീപനത്തിന്റെ പേരിൽ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ആത്മാർത്ഥമായി നാം ആലോചിക്കും. സത്യവിശ്വാസികളെ കുറിച്ച് പറയുന്നു, അവരുടെ ജീവിതത്തെ കുറിച്ച് പറയുന്നു. വിശ്വാസത്തിന്റെ മേഖലകളിൽ മാത്രം വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ഏതാനും മന്ത്രജനകളിൽ മാത്രം തളച്ചിടപ്പെടുന്ന ഒരു സമൂഹമായി കണ്ട വിശുദ്ധ ഖുർആൻ സത്യവിശ്വാസികളെ വിശേഷിപ്പിക്കുന്നു. അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് വഫഅലു ഖൈറാത്ത് എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ വിശ്വാസത്തോടനുബന്ധമായി വിശുദ്ധ ഖുർആൻ എടുത്തു ധരിക്കുന്നതായി നമുക്ക് കാണുവാൻ. അഥവാ വിശ്വസിക്കുകയും വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള തഖ്വാപരമായ ബോധം ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ജനവിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർ വിശ്വാസത്തിന്റെ താല്പര്യമനുസരിച്ച് തന്നെ കർമ്മരംഗത്തേക്ക് ഇറങ്ങുന്നവരാണെന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നു. അഥവാ വിശ്വാസത്തിന്റെ താല്പര്യം മാത്രമാണ് വിശ്വാസത്തെ വിശദമായി പരിചയപ്പെടുത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ താല്പര്യവും അതുതന്നെയാണ്. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഫ്ളലു അൽ ഈമാൻ ബിദൂൻ വസബൂന ശുർ അഫ്ളലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅദ്നാഹാ ഇമാനത്തുൽ അദാ അനിൽ തരീഖ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസത്തെ വിശാലമായി പരിചയപ്പെടുത്തിയതിന്റെ താല്പര്യവും അതുതന്നെ. വിശ്വാസം എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഉത്കൃഷ്ടമായ ആദർശവാക്യത്തിൽ നിന്നായിരുന്നു. ഈ മഹത്തായ ഉത്കൃഷ്ടമായ ആദർശവാക്യം മനുഷ്യ സമൂഹത്തിനും ഹൃദയ വികാരങ്ങൾ വർദ്ധിപ്പിക്കുകയും അവരുടെ ഹൃദയങ്ങളിൽ കരുത്തും ഉത്തേജനവും പ്രദാനം ചെയ്യുകയും ചെയ്യും. യഥാർത്ഥത്തിൽ അസ്ഹാബുൽ കഹ്ഫിനെ പരിചയപ്പെടുത്തുന്നത് ഇതിന്റെ വ്യക്തമായ ഒരു ചിത്രം നമുക്ക് കാണുവാൻ കഴിയും. ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദൻ വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമൂ ഫഖാലൂ റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്. ഇന്നഹും ഫിത്യത്തുൻ അവർ ഒരു പിടി യുവാക്കളായി. ആമനൂ ബിറബ്ബിഹിം അചഞ്ചലമായ വിശ്വാസം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ ആദർശവാക്യത്തിൽ അവർ അടിയുറച്ച് വിശ്വസിച്ചു. അവരുടെ വിശ്വാസം അവരെ കൂടുതൽ സ്വതന്ത്രരാണ്. അവർ ഒരുപാട് കാലമായി പൂജിച്ചു വരുന്ന നിർജീവങ്ങളും സജീവങ്ങളുമായ സകലമായ ബിംബങ്ങളിൽ നിന്നും വിഗ്രഹങ്ങളിൽ നിന്നും മനുഷ്യ പ്രതിഷ്ഠകളിൽ നിന്നും മനുഷ്യനിർമ്മിത വ്യവസ്ഥകളിൽ നിന്നും അവർ വിമോചിതരാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വ്യക്തിത്വ തലങ്ങളിലോ പ്രസ്ഥാനത്തിന്റെ തലങ്ങളിലോ വ്യവസ്ഥയുടെ തലങ്ങളിലോ ഒരൊറ്റ ബിംബത്തെയും അവർ അംഗീകരിക്കുവാൻ സന്നദ്ധരാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുവാൻ, ആദരിക്കുവാൻ,
പ്രാർത്ഥിക്കുകയും അവർ മുട്ടുമടക്കുകയും അവരടിമത്വം രേഖപ്പെടുത്തുകയും അവർ വിധേയത്വവും അനുസരണവും രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. സകലമാന വ്യവസ്ഥകളിൽ നിന്നും സകലമാന ശക്തികളിൽ നിന്നും സകലമാന അസ്തിത്വങ്ങളിൽ നിന്നും വ്യക്തിത്വങ്ങളിൽ നിന്നും വിമോചിതരായി ഈ പ്രപഞ്ചത്തിന്റെ പ്രധാന ബിന്ദുവും കേന്ദ്രാസ്ഥാനവുമായ പരാശക്തിയായ സർവാധിനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ഇലാഹായി അംഗീകരിക്കുന്നു. അതിലൂടെ അവനായിത്തീരുന്നത് സർവ്വതന്ത്ര സ്വതന്ത്രനായി തീരുകയാണ്. മനുഷ്യനെ സ്വതന്ത്രനാക്കിയെന്നത് അവന് സ്വതന്ത്രമായി ചിന്തിക്കുവാനും സ്വതന്ത്രമായി പ്രവർത്തിക്കുവാനുള്ള അധികാരവും അവകാശവും നൽകി എന്നതുമാണ് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യം. വലഖദ് കറംനാ ബനീ ആദം, ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു. ആദം സന്തതികളെ നാം ഈ അർത്ഥത്തിൽ ബഹുമാനിച്ചിരിക്കുന്നു. മറ്റൊരു സൃഷ്ടിജാലങ്ങൾക്കും ഇല്ലാത്ത മഹത്തായി സവിശേഷത നൽകിക്കൊണ്ട് മനുഷ്യ സമൂഹത്തെ നാം ഈ അർത്ഥത്തിൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. ഇന്ന് മനുഷ്യ സമൂഹത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന, അവരെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് സാമൂഹ്യാവസ്ഥകളും വ്യവസ്ഥകളും ഈ വ്യവസ്ഥകളിലൊന്നും യഥാർത്ഥത്തിൽ മനുഷ്യൻ സ്വതന്ത്രനായി തീരുന്നില്ല. ഒന്നുകിൽ ഒരു വ്യക്തിയുടെ, അല്ലെങ്കിൽ കുറെ വ്യക്തികളുടെ കൂട്ടായ്മകളുടെ, അല്ലെങ്കിൽ കുറെ വ്യക്തികൾ ഉണ്ടാക്കി തീർക്കുന്ന ആധിപത്യങ്ങളുടെ അടിയിൽ, അതിന് കീഴിൽ അടിച്ചമർത്തപ്പെട്ട യാതൊരു വിധത്തിലുള്ള സ്വാതന്ത്ര്യവും അസ്തിത്വവും നിഷേധിക്കപ്പെട്ട തികച്ചും അടിമകളായി കഴിഞ്ഞുകൂടുന്ന ഒരു ജനവിഭാഗമായി ഇന്നവർ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുക. മുതലാളിത്തത്തിന്റെ തീവ്രതയെക്കുറിച്ച് നമുക്കറിയാം. സോഷ്യലിസത്തിന്റെ തീവ്രതയെക്കുറിച്ച് ഇന്ന് ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുതലാളിത്തത്തിന്റെ ഏജന്റുമാരാണ്. സാക്ഷാൽ സഖാവ് ഗോർബച്ചോവ് തന്നെ തന്റെ വിശാലമായ ഒരു ഗ്രന്ഥത്തിലൂടെ മനുഷ്യ സമൂഹത്തിന്റെ സോഷ്യലിസത്തിലെ പരിണാമത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് 70 വർഷക്കാലമായി നിരന്തരമായി ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വത്തിന് കീഴിൽ, അതുപോലെ തന്നെ തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന പേരിൽ വ്യക്തികളുടെയോ കുറെ വ്യക്തികളുടെ കൂട്ടായ്മകളുടെയോ കീഴിൽ അടിച്ചമർത്തപ്പെട്ട ആട്ടിൻപറ്റങ്ങളെ പോലെ ആട്ടിത്തെളിക്കപ്പെടുന്ന നിസ്സഹായരായ മനുഷ്യമക്കളായി ഞങ്ങളുടെ നാടുകളിൽ ജീവിച്ചുകൊണ്ടിരുന്ന മനുഷ്യ സമൂഹം ലോകത്തോട്, പ്രത്യേകിച്ച് അമേരിക്കൻ മുതലാളിത്ത സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഗോർബച്ചോവ് എഴുതിയിട്ടുള്ള തന്റെ പെരസ്ട്രോയിക്ക എന്ന പുസ്തകത്തിലൂടെ അദ്ദേഹം വളരെ വ്യക്തമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വരുന്നത്. മുതലാളിത്ത സമൂഹത്തിലെന്നോ സോഷ്യലിസ്റ്റ് സമൂഹത്തിലെന്നോ വ്യത്യാസമില്ലാതെ സകലമായ സാമൂഹ്യാവസ്ഥകളിലും വ്യവസ്ഥകളിലും നിന്ന് മനുഷ്യൻ സകല വിധത്തിലും അടിമത്വം അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഈ സകലമായ അടിമത്വങ്ങളിൽ നിന്നും മോചിപ്പിച്ചുകൊണ്ട് മനുഷ്യനെ സർവതന്ത്ര സ്വതന്ത്രനാക്കി തീർക്കുക എന്നതാണ് ഇസ്ലാമിന്റെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശവാക്യത്തിന്റെയും താല്പര്യം. ഈ മഹത്തായ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ നിന്ന് ആരംഭിക്കുകയും ഏറ്റവും നിസ്സാരമെന്നും നമുക്ക് തോന്നിയേക്കാവും താൻ നടന്നു പോകുന്ന വഴിയിലുള്ള ജീർണതകളും വഴിതടസ്സങ്ങളും മുള്ളുകളുമെല്ലാം നീക്കം ചെയ്യുന്നിടത്തോളം വിശാലമായി കിടക്കുന്ന മാനുഷികമായ പ്രവർത്തനങ്ങളുടെ തലങ്ങളോളം വ്യാപിച്ചു കിടക്കുന്ന ഉത്കൃഷ്ടമായ ഒരു ദർശനമാണ് ഇസ്ലാമെന്നും വിശ്വാസത്തിന്റെ താല്പര്യമാണ് മനുഷ്യനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് വിശുദ്ധ ഖുർആനാണ്. ഇത്രയും ഉത്കൃഷ്ടമായ ഒരു ദർശനത്തിന്റെ പേരിൽ, ഒരു മഹത്തായ ജീവിത ദർശനത്തിന്റെ പേരിൽ അനുഗ്രഹീതരായി തീർന്നു എന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു നൽകിയിട്ടുള്ള മഹത്തായ അനുഗ്രഹവും ഔന്നത്യവുമാണ് എന്ന് നാം മനസ്സിലാക്കും. ഒരു വേള അല്ലാഹുവിന്റെ സന്നിധിയിലേക്ക് ഒറ്റയാന്മാരായി കടന്നു ചെല്ലേണ്ടവരാണ് നമ്മളെല്ലാം. ഓരോ കുട്ടിയും അവന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്, ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നത് യഥാർത്ഥത്തിൽ ഓരോരുത്തരും സ്വന്തമായിട്ടാണ്. ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് കൂട്ടുകുടുംബാംഗങ്ങളോടുകൂടി സ്നേഹ സഹോദരന്മാരോടൊപ്പം തന്റെ ആത്മബന്ധുക്കളോടും മിത്രങ്ങളോടുമൊപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ മുമ്പിലേക്ക് തിരിച്ചു പോകേണ്ടത് യഥാർത്ഥത്തിൽ ഓരോരുത്തരായി കൊണ്ടാണെന്നും ഒറ്റയായിട്ടാണെന്നും വിശുദ്ധ ഖുർആനും അല്ലാഹുവും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നു. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ. നിങ്ങളുടെ ശാരീരികമായ ചേരുവ, നിങ്ങളുടെ ശരീരത്തിന് ആവശ്യവും അനിവാര്യവുമായ മൗലിക ഘടകങ്ങൾ, ജൈവ ഘടകങ്ങൾ, ആ ജൈവ ഘടകങ്ങളെ പരസ്പരം സമന്വയിപ്പിച്ചുകൊണ്ടാണ് ചരിത്രത്തിന്റെ ഈ പ്രപഞ്ചത്തിന്റെ പരിണാമ ഘട്ടത്തിൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ നിന്നുകൊണ്ട് നാം നിങ്ങളുടെ അടിസ്ഥാന ചേരുവകളിൽ നിന്നും പുറത്തു കൊണ്ടുവന്നു. ഏതൊരു അടിസ്ഥാനത്തിൽ നിന്നാണോ അഥവാ മണ്ണിൽ ഉൾപ്പെട്ടിരിക്കുന്ന അതേ അടിസ്ഥാനത്തിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾ തിരിച്ചു പോവുക തന്നെ ചെയ്യും. അനന്ത വിശാലതയിൽ പരമാണുക്കളുടെ ഒരു ലോകത്ത് നിന്നും ഈ
പ്രപഞ്ചവും മനുഷ്യലോകവും ജീവലോകവും ഉൾപ്പെടെ ഈ അത്ഭുതാവഹവും വ്യവസ്ഥാപിതവുമായ പ്രപഞ്ചം സംവിധാനിക്കപ്പെട്ട് ഒരു ശരിയാണെന്നും ശാസ്ത്രത്തിന്റെ പേരിൽ ഭൗതികവാദത്തിന്റെ പേരിൽ അഭിമാനബോധത്തോടുകൂടി സ്വീകരിക്കുന്ന മനുഷ്യ അറിയുക, ഈ പ്രപഞ്ചത്തിന്റെ വ്യവസ്ഥയൊന്നു വെക്കുമ്പോൾ ഈ ഒരു ഘട്ടം പ്രപഞ്ചത്തിന്റെ പരിണാമപരമായ നേട്ടങ്ങളുടെ നേട്ടത്തിൽ അനിവാര്യമായ ഒരു ഘട്ടമാണ്. അഥവാ ഒരു പരസ്പരാകർഷണ വലയത്തിൽ വ്യവസ്ഥാപിതമായും ചലനാത്മകമായും വികസിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചം അതിന്റെ വികാസത്തിന്റെ ഏറ്റവും പാരമ്യതയിലെത്തുന്ന ഒരു ഘട്ടത്തിൽ ആ ആകർഷണ ശക്തി ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും ക്ഷയോന്മുഖാവസ്ഥ പ്രാപിക്കുന്ന ഈ പ്രാപഞ്ചികാവസ്ഥയിൽ ശക്തമായ ഒരു സ്ഫോടനം സംഭവിക്കുമെന്നും ശാസ്ത്രത്തിന്റെ പേരിൽ മനസ്സിലാക്കുന്ന മനുഷ്യ അതെ, ഈ പ്രപഞ്ചത്തിൽ വ്യവസ്ഥാപിതമായി നിലനിന്നു പോരുന്ന ഓരോ നക്ഷത്രങ്ങളും ഓരോ ഗോളങ്ങളും അതിന്റെ പരസ്പരാകർഷണ ശക്തിയൊക്കെ ക്ഷയിച്ചും നഷ്ടപ്പെട്ടും ചിഹ്നഭിന്നമാകുന്ന ഒരു ഘട്ടം വരാൻ പോകും. ആ നക്ഷത്രങ്ങളെല്ലാം പൊട്ടിപ്പിളർന്നു ശക്തമായ ഒരു സ്ഫോടനത്തിന് വിധേയമായി ഇതാ ചിഹ്നഭിന്നമാകാൻ പോകും. ഇതാ ഭൂമി അതിശക്തമായി പുതുകിടാമറക്കപ്പെടുന്ന ഘട്ടം. ജീവിക്കുവാൻ വിധിക്കപ്പെട്ടിട്ടുള്ള മനുഷ്യൻ ആ ഘട്ടത്തിൽ നിസ്സഹായമായി ചോദിച്ചു പോകും, എന്തു വച്ചിപ്പോയി ഈ പ്രപഞ്ചത്തിന്? ഈ നിർണായകമായ ഒരു ഘട്ടത്തെ ശാസ്ത്രമനാവരണം ചെയ്യുന്നു എന്നത് നമുക്ക് അത്ഭുതമുള്ള കാര്യമല്ല. വളരെ വ്യക്തമായി ഖുർആൻ പരാമർശിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. പ്രപഞ്ചത്തിന് സംഭവിക്കുവാൻ പോകുന്ന അനിവാര്യമായ ഈ പരിണാമഘട്ടത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു പുതിയ പശ്ചാത്തലത്തിൽ നിന്ന് പരമാണുക്കളിൽ നിന്നും പ്രപഞ്ച സംവിധാനം സുസാധ്യമായി എന്ന് വിശ്വസിക്കുന്ന മനുഷ്യ അവസാനമായി അവശേഷിക്കുന്ന നിന്റെ അവസാനത്തെ ദൈവഗണങ്ങളിൽ നിന്ന് പോലും ഒരിക്കൽ കൂടി നാം പുറത്തുകൊണ്ടുവരും എന്ന് വിശുദ്ധ ഖുർആൻ വളരെ ശക്തമായി നമ്മെ ഉത്ബോധിപ്പിക്കുകയും നമുക്ക് താക്കീത് നൽകുകയും ചെയ്യും. അതുകൊണ്ട് ഈ ഒരു ഘട്ടത്തിന് ശേഷം നമ്മളുടെ ജീവിതത്തിന്റെ കർമ്മങ്ങളുടെ യഥാർത്ഥ ഫലങ്ങൾ ഉരുത്തിരിയപ്പെടുന്ന ഒരു ഘട്ടം, ഉരുത്തിരിഞ്ഞു വരുന്ന ആ പുതിയ പശ്ചാത്തലത്തിൽ നമ്മളുടെ കർമ്മങ്ങളുടെ യഥാർത്ഥ ഫലങ്ങൾ അനുഭവിക്കുവാൻ അല്ലാഹുവിന്റെ മുന്നിലേക്ക് ഓരോരുത്തരും ഉണ്ടാക്കിയിട്ടുള്ള, ഓരോരുത്തരും പ്രയത്നിച്ച് കഠിനാധ്വാനം ചെയ്തുകൊണ്ട് വളർത്തിയെടുത്തിട്ടുള്ള നന്മയുടെ ബന്ധങ്ങളും തിന്മയുടെ ബന്ധങ്ങളും പേറിക്കൊണ്ട് അല്ലാഹുവിന്റെ മുന്നിലേക്ക് ഒറ്റപ്പെട്ടു കടന്നു ചെല്ലേണ്ടവരാണ് നിസ്സഹായരായ നമ്മൾ ഓരോരുത്തരും എന്ന് നാം അറിയണം. അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള മനുഷ്യൻ എന്ന് പറയുന്ന ഉത്കൃഷ്ടമായ പദവി, അവിടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന മഹത്തായ സ്ഥാനം അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ ഉത്കൃഷ്ട ദാസന്മാരായി ജീവിക്കുവാനുള്ള തന്റേടവും കരുത്തുമാണ് സത്യവിശ്വാസികളെന്ന നിലക്ക് നമ്മളൊക്കെ നേടിയെടുക്കേണ്ടതും എന്ന് നാം അറിയണം. പക്ഷേ അല്ലാഹു താക്കീത് നൽകുന്ന ഒരു കാര്യം, നിങ്ങൾ കഴിഞ്ഞു പോയ സമൂഹങ്ങളെ പോലെയായി, നിങ്ങൾക്ക് മുമ്പ് കടന്നുപോയ ഒരുപാട് സമൂഹങ്ങൾ, ഒരുപാട് സമുദായങ്ങൾ, ആ സമൂഹങ്ങളെ പോലെ നിങ്ങൾ അധപ്പതിച്ചു പോകരുത് എന്നും ആ സമൂഹങ്ങൾ അനുവർത്തിച്ചിട്ടുള്ള ചില നയങ്ങളിലേക്ക് സൂചന നൽകിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ പറയും. ബനൂ ഇസ്രായേൽ സന്തതികളെ സൂചിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു കാര്യം, അവരുടെ കൂട്ടത്തിൽ അക്ഷരജ്ഞാനമില്ലാത്ത ജനവിഭാഗം ഉണ്ടായി. തങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഗ്രന്ഥത്തെക്കുറിച്ച്, അഥവാ വിശുദ്ധ ഇഞ്ചീലിനെ കുറിച്ച്, വിശുദ്ധ തൗറാത്തിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണയുമില്ല ജനവിഭാഗം അവരുടെ കൂട്ടത്തിലുണ്ടാണ്. ഉമ്മിയൂൻ, അവരെല്ലാ അർത്ഥത്തിലും നിരക്ഷരന്മാരായി. തങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഗ്രന്ഥം എന്താണെന്നും ഗ്രന്ഥത്തിൽ എന്തിരിക്കുന്നുവെന്നും അവർക്ക് അറിഞ്ഞുകൂടാ. ഇല്ല അമാനീയം, അവരെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നത് ചില പ്രതീക്ഷകൾ മാത്രമാണ്. അവർ വെച്ചു പുലർത്തുന്ന ചില പ്രതീക്ഷകൾ, താങ്കൾ ഈ ഗ്രന്ഥത്തിന്റെ ആളുകളായി എന്നതുകൊണ്ട് താങ്കൾക്ക് പലതും നേടാനുണ്ട് എന്ന വലിയ പ്രതീക്ഷ അവർക്കുണ്ട്. അവരുടെ വാദം വിശുദ്ധ ഖുർആനിൽ മറ്റൊരിടത്ത് സൂചിപ്പിക്കുന്നു. ഖുൽ യാ അയ്യുഹല്ലദീന ഹാദു ഇൻ സഅംതും അന്നകും ഔലിയാഉ ലില്ലാഹി മിൻ ദൂനിൻ നാസ് ഫതമന്നഉൽ മൗത ഇൻ കുൻതും സ്വാദിഖീൻ. പ്രവാചകരെ, താങ്കൾ ആ സമൂഹത്തോട് പറയും, യാ അഹ്ലൽ കിതാബ്
അവർക്ക് ഒന്നാമത്തെ വാദമുണ്ടായി, ഞങ്ങൾ അല്ലാഹുവിൽ നിന്നുള്ള വിശുദ്ധ വേദഗ്രന്ഥം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരാണ്, ആദരിക്കപ്പെട്ടവരാണ്. അങ്ങനെ ആദരിക്കപ്പെട്ടു എന്നതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ ഏറ്റവും അടുത്ത ആളുകളാണ് ഞങ്ങൾ. അതിന്റെ വിശുദ്ധ വേദഗ്രന്ഥം പുണ്യത്തിന് വേണ്ടി പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. പുണ്യത്തിന് വേണ്ടി അവരെ ഭദ്രമായ ഉറകളിൽ വളരെ സുന്ദരമായി അടച്ചു പൂട്ടി വീട്ടിലെ ഏറ്റവും സുന്ദരമായ അളമാലകളിൽ വളരെ ഭദ്രമായി അലങ്കാരത്തോടുകൂടി പുണ്യത്തിന്റെ പേരിലും മഹത്വത്തിന്റെ പേരിലും സൂക്ഷിക്കുന്നവരാണ്. മസലുല്ലദീന ഹുമ്മിലു തൗറാത തുമ്മ ലം യഹ്മിലുഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ ബിസ മസലുൽ ഖൗമില്ലദീന കദ്ദബൂ ബിആയാതില്ലാ വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. മസലുല്ലദീന ഹുമ്മിലു തൗറാത തുമ്മ ലം യഹ്മിലുഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ. ഏടുകൾ ചുമന്നുകൊണ്ടുപോകുന്ന കഴുതകളെ പോലെയാണ് വേദഗ്രന്ഥം നൽകപ്പെട്ടിട്ടുള്ള ജനസമൂഹമെന്നും വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നു. എന്തിനാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്? ഒരു ജനസമൂഹത്തെ കുറിച്ച് അവർ കഴുതകളെ പോലെയാണെന്ന് വിശുദ്ധ ഖുർആൻ എന്തിനാണ് ചരിത്രത്തിലെ ചില സംഭവങ്ങൾ എടുത്തുദ്ധരിച്ചുകൊണ്ട് പറയുന്നത്? വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിന്റെ സത്യവിശ്വാസികളായ അനുയായികൾ വേദഗ്രന്ഥം നൽകപ്പെട്ടിട്ടുള്ള പഴയ സമൂഹത്തെ പോലെ നിങ്ങളും അധപ്പതിച്ചുകൂടാ എന്നും നമ്മളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പറയുന്നത്. മസലുല്ലദീന ഹുമ്മിലു തൗറാത തുമ്മ ലം യഹ്മിലുഹാ, വേദഗ്രന്ഥം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള തൗറാത്തും ഇഞ്ചീലും ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ജനസമൂഹങ്ങൾ, എന്നാൽ അവർ ഏൽപ്പിക്കപ്പെട്ടു എന്നല്ലാതെ തുമ്മ ലം യഹ്മിലുഹാ, അവരത് ഏറ്റെടുത്ത് നിർവഹിക്കുവാൻ സന്നദ്ധരായി. ഏൽപ്പിക്കപ്പെട്ടു ശരി, അവരത് ഏറ്റെടുത്തു അതും ശരി. പുണ്യത്തിന് വേണ്ടി അവർ പാരായണം ചെയ്തു എന്നതും ശരി. പുണ്യത്തിന് വേണ്ടിയും ആദരവിന്റെ പേരിലും ബഹുമാനത്തിന്റെ പേരിലും അവർ ഏറ്റെടുത്ത് കഴുതകൾ ഗ്രന്ഥം ചുമക്കുന്നത് പോലെ, കഴുതകൾ ഭാരം ചുമക്കുന്നത് പോലെ ചുമന്നുകൊണ്ടുപോയി എന്നതും സൂക്ഷിച്ചു വെച്ചു എന്നതും ശരി. പക്ഷേ അവരത് ഏറ്റെടുത്ത് നിർവഹിച്ച് നടത്തേണ്ട വിധം നടത്തിയില്ല. അല്ലാഹുവിന്റെ ആയത്തുകൾ കളവാക്കുന്ന ഇത്തരം ഒരു ജനവിഭാഗത്തിന്റെ ഉപമ എത്ര ചീത്തയാണ്. ഇവർ കളവാക്കിയോ? തൗറാത്തും ഇഞ്ചീലും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ളതല്ല എന്നവർക്ക് വാദമുണ്ടായിരുന്നു? ഇല്ല, അത് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ളതാണ് എന്നവർക്ക് വാദമുണ്ടായിരുന്നു. അത് പുണ്യകരമായിരുന്നു എന്നവർക്ക് വാദമില്ലേ? ഉണ്ട്. അവർ പുണ്യമാണ് എന്നതിന്റെ പേരിൽ അവർ സൂക്ഷിച്ചിട്ടില്ലേ? സൂക്ഷിച്ചിട്ടുണ്ട്. അത് പാരായണം ചെയ്തിട്ടില്ലേ? പാരായണം ചെയ്തിട്ടുണ്ട്. എല്ലാം ചെയ്തിട്ടും അതിനെ ആദരിച്ചിട്ടും ബഹുമാനിച്ചിട്ടും എന്തുകൊണ്ടാണ് കത്തഭൂമിയായില്ല അവർ അല്ലാഹുവിന്റെ ആയത്തുകളെ കളവാക്കി എന്ന് പറയുന്നത്? അവർ ഇതൊക്കെ ചെയ്തുവെങ്കിലും അവരത് ഏറ്റെടുത്ത് നിർവഹിക്കേണ്ട വിധം നിർവഹിച്ചില്ല. ഈ ജനവിഭാഗത്തെ അല്ലാലിമീൻ എന്നാണ് ഖുർആൻ വിശേഷിപ്പിക്കുന്നത്. അക്രമകാരികൾ, ക്രമത്തിനെതിരായി ചെയ്യുന്നവർ. യഥാർത്ഥ ക്രമം അതറിയുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ആ വിശുദ്ധ വേദത്തിന്റെ ആളുകളും സാക്ഷികളുമായി ജീവിക്കുകയും മരിക്കുകയും ചെയ്യുക എന്നതാണ് അൽ-ഹംദ്. അത് വഹിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഈ അർത്ഥത്തിൽ സുമ്മലം യഹ്മിലുഹാ, പിന്നെ അവർ ഏറ്റെടുത്തു വഹിച്ചില്ല, നിർവഹിച്ചില്ല. അതുകൊണ്ട് അവർ അല്ലാഹുവിന്റെ ആയത്തുകളെ കളവാക്കി എന്നല്ലാഹുവ. അങ്ങനെ കളവാക്കിയത് കൊണ്ട് അവർ അല്ലാഹുവിന്റെ മുമ്പിൽ അക്രമകാരികളാണ്, മാലിന്യങ്ങളാണ്, ഉൾവിന്റെ ആളുകളാണ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു. ഇത്തരം ജനവിഭാഗത്തെ അല്ലാഹു മാർഗദർശനം നൽകുകയില്ല. അവരെ അല്ലാഹു അവന്റെ മഹത്തായ ജീവിത ദർശനം കൊണ്ട് അനുഗ്രഹിക്കുകയില്ല എന്നും സൂചിപ്പിക്കുന്നു. ഈ അർത്ഥത്തിൽ ഒരു പരിതാപകരമായ പരിമിതി നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിക്കൂടാ. അവരുടെ കൂട്ടത്തിൽ അക്ഷരജ്ഞാനമില്ലാത്ത ബോധമില്ലാത്ത ആളുകളുണ്ടായി. അവരുടെ മുമ്പിലുണ്ടായിരുന്നത് ചില പ്രതീക്ഷകൾ മാത്രമാണ്. ഇല്ല അമാനിയ, ആ പ്രതീക്ഷകളല്ലാതെ വേദഗ്രന്ഥത്തെ കുറിച്ച് അവർക്കൊന്നും അറിഞ്ഞുകൂടാ. വൈകും ഇല്ലായിരുന്നു. അവർ യഥാർത്ഥത്തിൽ സ്വപ്ന സങ്കല്പങ്ങളിലല്ലാതെ മറ്റെവിടെയുമല്ല എന്ന് ഖുർആൻ സൂചിപ്പിക്കുന്നു. അവർ സ്വപ്നത്തിലാണ്, ചില സങ്കല്പങ്ങളിലാണ്. അവരൊരു ഭാവനാ ലോകത്ത് മാത്രമാണ്. യഥാർത്ഥത്തിൽ പുലരാൻ പോകുന്ന സത്യമായി തീരുന്ന ഒരു യാഥാർത്ഥ്യത്തിന്റെ ലോകമല്ല ഇപ്പോൾ അവരുടെ മനസ്സിലുള്ളത്. അവരുടെ മനസ്സിലുള്ളത് സ്വപ്നമാണ്, സങ്കല്പമാണ്, പുലരാൻ പോകുന്ന വസ്തുതയല്ല എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നു. അതിൽ നാം എന്ത് മനസ്സിലാക്കണം? നിങ്ങൾ പറയുന്നുവല്ലോ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും അടുത്ത ആളുകളാണ് വിശുദ്ധ ഗ്രന്ഥം നൽകപ്പെട്ടു മൂസാ നബിയുടെയും ഈസാ നബിയുടെയും
അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന് നിങ്ങൾക്ക് വാദമുണ്ടല്ലോ, എങ്കിൽ അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത ആളുകളാണല്ലോ. അവിടേക്ക് NOCയും വിസയും എല്ലാ കടലാസവും തരപ്പെട്ടിരിക്കുന്ന ശരിപ്പെട്ടിരിക്കുന്ന ആളുകളാണല്ലോ. എങ്കിൽ നിങ്ങൾ എന്തിന് വെപ്രാളപ്പെടണം? ഒന്ന് മരിക്കുന്ന കാര്യം ഒന്ന് ചിന്തിക്കും, അതൊന്ന് ആഗ്രഹിക്കും. അവർ മുൻകൂട്ടി ചെയ്തു വെച്ച നീചമായ പ്രവർത്തനങ്ങളുടെ ഫലമായി മരണത്തെ കുറിച്ച് ആലോചിക്കാൻ പോലും ചിന്തിക്കാൻ പോലും അവർക്ക് സാധ്യമല്ല. ഇതൊക്കെ അവരുടെ പറച്ചിലായി. ഈ പറച്ചിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർക്ക് ഭീതിയായി. അവർക്കറിയാമായിരുന്നു ഇതുകൊണ്ടൊന്നും നേടാൻ പോകുന്നില്ല. അള്ളാഹുവിന്റെ മുമ്പിൽ സംതൃപ്തമായ ഒരു മനസ്സോടുകൂടി കടന്നു ചെല്ലുവാൻ, സമാധാനമുള്ള ഒരു മനസ്സോടുകൂടി അവന്റെ വിളിക്ക് ഉത്തരം ചെയ്യുവാൻ, അള്ളാഹു സംതൃപ്തിപ്പെട്ട നിലയിൽ മരിച്ചു പോകുവാനുള്ള അവസ്ഥയിൽ തങ്ങൾ എത്തിപ്പെട്ടിട്ടുണ്ട് എന്നുള്ള യാതൊരു പ്രതീക്ഷയും അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ചെയ്തു കൂട്ടിയിട്ടുള്ള ഒരുപാട് ദുഷ്കർമ്മങ്ങളുടെ പേരിൽ അവർ അള്ളാഹുവിന്റെ മാർഗദർശനത്തിന് വിരുദ്ധമായി വ്യക്തിതലത്തിലും തങ്ങളുടെ കുടുംബ ജീവിത മേഖലകളിലും തങ്ങളുടെ സാമൂഹിക ബന്ധങ്ങളിലും ഇടപാടുകളിലും തങ്ങളുടെ സാമ്പത്തികമായ ബന്ധങ്ങളിലും ഇടപാടുകളിലും തങ്ങളുടെ രാഷ്ട്രീയമായ മേഖലകളിലുമെല്ലാം അവർ കാട്ടിക്കൂട്ടിയിട്ടുള്ള അവരുടെ കൈകൾ മുൻകൂട്ടി ചെയ്തു വെച്ചിട്ടുള്ള എല്ലാ വിക്രിയകളും കാരണമായി അവർ വ്യക്തമായും ബോധമുള്ളവരായിരുന്നു. അള്ളാഹു തൃപ്തിപ്പെട്ട നിലയിലും മനസ്സമാധാനത്തോടു കൂടിയും അവരെ സമീപിക്കുവാൻ ഞങ്ങൾക്ക് സാധ്യമല്ല എന്ന് വ്യക്തമായ ബോധമുള്ളവരായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ ഒരിക്കലും മരണത്തെ കുറിച്ച് ചിന്തിക്കുവാനോ ആലോചിക്കുവാനോ പോലും അവർക്ക് സാധ്യമല്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയും. ഇതുപോലെ നമുക്ക് കാണിക്കും. വേദഗ്രന്ഥം നൽകപ്പെട്ടിട്ടുള്ള ജൂതക്രിസ്തീയ സമൂഹങ്ങളെ ഗ്രന്ഥം അവർ പുണ്യത്തിനു വേണ്ടി കൊണ്ടു നടക്കുകയും അള്ളാഹുവിന്റെ വിധികൾ പ്രശ്നങ്ങളുടെ മുമ്പിൽ എടുത്തറിയപ്പെടുമ്പോൾ അവയെ പിൻകാല കൊണ്ട് പിന്നോട്ട് വലിച്ചു തള്ളുകയും ചെയ്യുന്നു. നീചമായ ഒരു സാമൂഹ്യ രീതി, ഒരു സമീപന രീതി നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുക. അതുകൊണ്ടാണ് അത് ഉണ്ടാവാൻ പാടില്ല എന്ന് വ്യക്തമായ താക്കീത് നൽകുവാനാണ് യഥാർത്ഥത്തിൽ ഖുർആൻ ബനൂ ഇസ്രായേൽ സംഗതികളുടെ കഥ നമ്മളോട് പറയുന്നു. ആ സംഭവം വിശുദ്ധ ഖുർആൻ ഒരു അധ്യാപനമായി നമ്മളുടെ മുന്നിൽ വെക്കുന്നത് അതുപോലെ നിങ്ങൾ ആയിക്കൂടാ എന്ന് പഠിപ്പിക്കണം. ഇനി നാം ആലോചിക്കും. വിശുദ്ധമായ മാസത്തിൽ സുന്ദരമായ ദിനരാത്രങ്ങൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികളായ കൂട്ടുകാരെ, വിശുദ്ധ ഖുർആനിനോട് നമ്മളുടെ സമീപനം എന്താണ്? ഈ പറയപ്പെട്ടതുപോലെ തന്നെയല്ലേ വിശുദ്ധ ഖുർആൻ എന്താണ്? അതിൽ തന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നടപടിക്രമങ്ങളും നിയമനിർദ്ദേശങ്ങളും എന്താണെന്ന് നമുക്ക് എത്ര പേർക്ക് ബോധ്യമുണ്ട്? നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി ചിന്തിക്കുന്നു. നമ്മളുടെ കൂട്ടത്തിൽ വിശുദ്ധ ഖുർആന്റെ അനുയായികളായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യ സമൂഹത്തിൽ ഈ കൃത്യമെന്താണ്? അൽ-ഖുർആനുൽ അദീം എന്താണ്? എന്തിനാണ്? തന്റെ ജീവിതവുമായി ഒരു വ്യക്തി എന്ന നിലയിൽ താൻ തന്റെ ജീവിതത്തിൽ അനുവർത്തിച്ചിരിക്കേണ്ട എന്തെന്ത് നയങ്ങളും സമീപന രീതികളും ഉത്കൃഷ്ട ശീലങ്ങളുമാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. ഒരു കുടുംബ ജീവിതം നയിക്കുമ്പോൾ മാന്യതയോടും മര്യാദയോടുകൂടിയും മനുഷ്യത്വത്തിന്റെ പേരിൽ ഞാൻ സ്വീകരിച്ചിരിക്കേണ്ട ആദാബുകൾ എന്തൊക്കെയാണ് എന്ന് നാം എത്ര പേര് മനസ്സിലാക്കിയിരിക്കുന്നു? സാമൂഹികമായ ബന്ധങ്ങളിൽ നമുക്ക് എത്രമാത്രം സന്മനസ്സോടുകൂടി ആ വിശുദ്ധ ഖുർആനിനെ സമീപിക്കുവാൻ സാധിക്കുന്നു? അതിലെ നിയമനിർദ്ദേശങ്ങളെ നാം എത്രമാത്രം നമ്മളുടെ സാമൂഹികമായ ഇടപെടലുകളിൽ ശീലിക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട്? നമ്മളുടെ സാമ്പത്തികമായ ഇടപാടുകളിൽ ക്രയവിക്രയങ്ങളിൽ ആ വിശുദ്ധ ഖുർആനിലെ നിർദ്ദേശങ്ങൾ അനുധാവനം ചെയ്തുകൊണ്ട് നാം എത്രമാത്രം അതിനെ നമ്മളുടെ ജീവിതവുമായി അറിയിച്ചു ചേർത്തിട്ടുണ്ട് സഹോദരന്മാരെ. നമ്മളുടെ രാഷ്ട്രീയമായ മേഖലകളിൽ സർവാധിനാഥനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് സുന്ദരമായ ഒരു സമൂഹത്തെയും സുന്ദരമായ ഒരു വ്യവസ്ഥയെയും കെട്ടിപ്പടുക്കുന്ന കാര്യത്തിൽ എത്രമാത്രം ഖുർആനിനോട് നമുക്ക് നീതി പുലർത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ആത്മാർത്ഥമായി ചിന്തിക്കുവാൻ സമയം അതിക്രമിക്കും. എന്തായാലും വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന മാർഗദർശനത്തിന്റെ ഗ്രന്ഥം അവതരിപ്പിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹീതമായി തീർന്നിട്ടുള്ള ഈ ദിനരാത്രങ്ങളിൽ നാം ആത്മാർത്ഥമായി ആലോചിക്കും. വിശുദ്ധ ഖുർആനിനോടുള്ള നമ്മളുടെ സമീപനത്തെക്കുറിച്ച്, അത് നമ്മളുടെ ജീവിതത്തിൽ ചെലുത്തിയിട്ടുള്ള സ്വാധീനത്തെക്കുറിച്ച് ആത്മാർത്ഥമായി നാം ഓർമ്മിക്കും. നമുക്കത് ഒരു ഹൃദയമായി വർദ്ധിക്കുന്നുണ്ടോ? നമ്മളുടെ ജീവിതത്തിൽ ഒരു മാർഗദർശനമായി വർദ്ധിക്കുന്നുണ്ടോ ആ വിശുദ്ധ ഖുർആൻ? ഒരു പ്രകാശമായി നമ്മളുടെ മനസ്സിനും നമ്മളുടെ ജീവിതത്തിലുടനീളം നമുക്ക് ഉന്മേഷം പ്രദാനം ചെയ്യുന്ന,
നമുക്ക് തെളിച്ചവും വെളിച്ചവും പ്രദാനം ചെയ്യുന്ന ഒരു നൂറായി വിശുദ്ധ ഖുർആൻ നമുക്ക് അനുഭവപ്പെടുന്നുണ്ടോ? റൂഹും മിൻ അംരിനാ, സർവാധിനാഥനായ അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഒരാത്മാവാണ്, ഒരു ചേതനയാണ്, ഒരു ജീവനാണ്. ആ നിലക്ക് നമുക്ക് ചൈതന്യം പകരുന്ന, നമ്മെ ചലിപ്പിക്കുന്ന, നമുക്ക് കർമ്മരങ്ങൾ ഊർജ്ജം പകർന്നു തരുന്ന ഒരു മാർഗദർശന ഗ്രന്ഥമായി, ഒരു റൂഹായി, ഒരു ആത്മാവായി, ഒരു ചൈതന്യമായി വിശുദ്ധ ഖുർആൻ നമുക്ക് ഉപയോഗപ്പെടുത്തുന്നുണ്ടോ? നാം ചിന്തിക്കും. നീ ഊതുന്നത് തീയിലായിരുന്നുവെങ്കിൽ, അല്പം ഒരു തീപ്പൊരിയിലായിരുന്നുവെങ്കിൽ അത് കത്തിജ്വലിക്കുമായി. പക്ഷേ ഊതിക്കൊണ്ടിരിക്കുന്നത് വെണ്ണീറില്ല, പിന്നെ അതങ്ങ് മാറിപ്പോവുകയെന്നല്ലാതെ അതുണ്ടോ കത്താൻ പോകും. ഇതാണ് നമ്മളുടെ സമുദായത്തിന്റെ അവസ്ഥ. വിശ്വാസത്തിന്റെ ലാഞ്ചനോട്, വിശ്വാസത്തിന്റെ തീപ്പൊരികളിൽ ചെറിയ ഒരു പൊരി പോലും സൂക്ഷിക്കുവാൻ സന്മനസ്സ് കാണിക്കാത്ത ഒരു സമൂഹത്തോട്, ഒരു സമുദായത്തോട് എത്രമാത്രം ഊതിയിട്ടും പറഞ്ഞിട്ടും കാര്യമില്ല. യഥാർത്ഥത്തിൽ നീ ഊതിക്കൊണ്ടിരിക്കുന്നത് വെണ്ണീറില്ലാണെങ്കിലും ഏതോ ഒരു സമുദായത്തെയും സമൂഹത്തെയും മുമ്പിൽ കണ്ടുകൊണ്ടൊരു അഭിപാടി. അതുപോലെയാണ് നമ്മളുടെ അവസ്ഥയും എന്ന് നാം ആത്മാർത്ഥമായി ചിന്തിക്കും. അതുപോലെ നാം വിശ്വാസത്തിന്റെ യഥാർത്ഥ വാർത്താക്കൾ, അതുകൊണ്ട് പ്രചോദനം ലഭിക്കുന്ന വിഭാഗവുമായി വളരെ ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദൻ വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമൂ ഫഖാലൂ റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്. കഴിഞ്ഞകാല സമൂഹങ്ങൾ അങ്ങനെയാണ്. ആ സമൂഹങ്ങളിൽ ഒരു ചെറിയ വിഭാഗത്തെ വിശുദ്ധ ഖുർആൻ പരാമർശിച്ചു. ഇന്നഹും ഫിത്യത്തുൻ, അവർക്ക് ചെറു സംഘം യുവാക്കളായി, ഒരു പിടി ചെറുപ്പക്കാരായിരുന്നു. അവർ ഒരു വലിയ സമൂഹവുമായി അംഗബലം കൊണ്ടും ആസ്വാധീനം കൊണ്ടും പൊങ്ങച്ചം നടിക്കുന്ന ഒരു പാർട്ടിയൊന്നുമായിരുന്നില്ല. ഇന്നഹും ഫിത്യത്തുൻ, അവരൊരു ചെറു സംഘമാണ്. അവരുടെ സവിശേഷത എന്താണ്? ആ വലിയ ആൾക്കൂട്ടത്തിൽ അവരൊരു ചെറിയ സംഘമായിരുന്നുവെങ്കിലും അവരവരുടെ നാഥനെ കണ്ടെത്തി. പണ്ടുപ്പാപ്പ പറഞ്ഞു കൊടുത്തിട്ടുള്ള വളച്ചവമ്പുരാനല്ല, പാരമ്പര്യമായി വിശ്വസിക്കുവാൻ നിർബന്ധിതമായിട്ടുള്ള വിശ്വാസമല്ല അവർ ഉൾക്കൊണ്ടിട്ടുള്ളത്. അവരവരുടെ നാഥനെ യഥാർത്ഥത്തിൽ കാണുകയും കണ്ടറിയുകയും പരിചയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ബുദ്ധിയും ചിന്താശക്തിയുമാകുന്ന അല്ലാഹു നൽകിയിട്ടുള്ള മഹത്തായ ഔദാര്യത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ അവരുടെ റബ്ബിനെ മനസ്സിലാക്കി. ആ റബ്ബിനെ അവർ വിശ്വസിച്ചു. വസിദ്നാഹും ഹുദൻ, ആ വിശ്വാസം അവർക്ക് വന്നപ്പോൾ, കൈവന്നപ്പോൾ അവർക്ക് കൂടുതൽ തെളിച്ചവും വെളിച്ചവും കിട്ടും. ഹുദ, അവർക്ക് വ്യക്തമായ ഒരു ദർശനം അവരുടെ സകലമായ ജീവിത മേഖലകളിലും അവർക്ക് ലഭിച്ചു. ഒരു വഴികാട്ടിയായി ആ വിശ്വാസം വന്നു. ഇങ്ങനെ ജീവിതത്തിൽ പുതിയൊരു പ്രകാശവും പുതിയൊരു തെളിച്ചവും വെളിച്ചവും ലഭിച്ചപ്പോൾ ആ വിശ്വാസം അവരെ വിട്ടുമാറാത്ത ഒരു വലിയ സ്വാധീനം അവരുടെ മനസ്സുകളിൽ ചെലുത്തി. അവരുടെ ഹൃദയങ്ങളിൽ രൂഢമൂലമായി. ഇത് കാണും. അങ്ങനെ വന്നപ്പോൾ അവർ എന്നിട്ട് തങ്ങളുടെ മുമ്പിൽ സ്വാധീനമുള്ള, ശക്തിയുള്ള, അധികാരത്തിന്റെയും ആയുധത്തിന്റെയും സകലവിധ സന്നാഹങ്ങളും ശക്തിയുമുള്ള ഒരു വലിയ അധികാര സ്ഥാപനത്തിന് മുമ്പിൽ നിന്നുകൊണ്ടും അവരുടെ പണിയാളികൾക്ക് മുമ്പിൽ നിന്നുകൊണ്ടും അവർ ചങ്കൂറ്റത്തോടുകൂടെ പ്രഖ്യാപിച്ചു. ഇത് കാണൂ, നിങ്ങളീ പടച്ചു വെച്ചിരിക്കുന്ന, നിങ്ങളീ പൂജിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങളീ ആചരിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങളീ അടിമത്വം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, നിങ്ങളീ വിധേയത്വം അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങളീ അനുസരണം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ നിർജീവങ്ങളും സജീവങ്ങളുമായ വ്യക്തികളോ ശക്തികളോ ബിംബങ്ങളോ വ്യക്തികളുടെ കൂട്ടായ്മകളോ വ്യവസ്ഥകളോ യഥാർത്ഥത്തിൽ ഞങ്ങളുടെ നാഥനല്ല. ഞങ്ങളുടെ നാഥൻ, ഞങ്ങളുടെ റബ്ബ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും റബ്ബാണ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും നാഥനാണ് എന്നവർക്ക് പറയുവാൻ കഴിയും. അതവർ നേടിയെടുത്ത വിശ്വാസത്തിന്റെ ആർജവത്തിന്റെ ഫലമായി. ഈ ആർജവം നമുക്കുണ്ടോ? നാം ജീവിക്കുന്ന ചുറ്റുപാടിൽ, ഇടപഴകുന്ന സാമൂഹ്യ രംഗങ്ങളിൽ,
കെട്ടിപ്പടഞ്ഞു കിടക്കുന്ന സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ വിശ്വാസത്തിന്റെ കരുത്തുകൾ ഈമാനോടുകൂടെ ജീവിച്ച് ആദർശത്തിന്റെ സാക്ഷികളായി ജീവിക്കുവാനും മരിക്കുവാനും മാത്രമുള്ള കെൽപ്പും ആത്മവീര്യവും വിശുദ്ധ ഖുർആൻ നമുക്ക് പകർന്നു തന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് നന്ദി, ഇല്ലെങ്കിൽ നാം ആത്മാർത്ഥമായി ഈ വിശുദ്ധ മാസത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് അതിന്റെ സാക്ഷികളാവുക, അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്ന യഥാർത്ഥ സത്യവിശ്വാസികളാവുക ആത്മാർത്ഥമായി ശ്രമിക്കുക. സർവാധിനാഥനായ അല്ലാഹു അതിനുള്ള സന്മനസ്സും മാനസികമായ കരുത്തും ശക്തിയും നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ മാസം കൊണ്ട് അനുഗ്രഹീതരായിത്തീരുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ സർവശക്തനായ അല്ലാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നതാണ്. اللهم ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار. اللهم ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار. اللهم توفنا مسلمين والحقنا بالصالحين. اللهم توفنا مسلمين والحقنا بالصالحين. اللهم ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم ربنا هب لنا من لدنك رحمة وهيئ لنا من أمرنا رشدا. اللهم ربنا وثبت أقدامنا وقلوبنا في سبيلك يا رب العالمين. اللهم ربنا وثبت أقدامنا وقلوبنا في سبيلك يا رب العالمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداء الدين ودمر الصعوبيين والمعتدين. اللهم ربنا أجرنا من النار. اللهم ربنا أجرنا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا وتقبل منا إنك أنت السميع العليم. وآخر دعوانا الحمد لله.